പുതിയതായി അധികാരമേറ്റ UDF സർക്കാരിന്റെ പിടിപ്പുകേട് കാരണം പനിക്കിടക്കയിലായ കേരളത്തിന്റെ പരിതാപാവസ്ഥ ആയിരുന്നു ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിന്റെ വിഷയം. നേരത്തെയും കഴിഞ്ഞ 10 വർഷവും അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാരുകളുടെ കീഴിൽ കരുത്താർജിക്കുകയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്ത മികവാർന്ന ആരോഗ്യരംഗം കൈകാര്യം ചെയ്യുന്നതിലെ കെടുകാര്യസ്ഥതയാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കുകയും ജാഗ്രതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ല. അത്രമാത്രം അടിത്തറ ബലത്തിലുള്ള ആരോഗ്യരംഗമാണ് ഇവിടെ പണിതുവച്ചിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥ സ്ഥലമാറ്റം ഉൾപ്പെടെ കാര്യങ്ങളിലുള്ള അമിത പ്രാധാന്യം വകുപ്പിന്റെ ഉന്നത തലങ്ങളിൽ പോലും പ്രതിസന്ധി സൃഷ്ടിച്ചു. എന്നാൽ ഇതിനേക്കാൾ ദയനീയ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിലെ ആരോഗ്യരംഗമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എയിംസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്നത് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള ശ്രദ്ധേയ സ്ഥാപനങ്ങളിൽ പ്രമുഖമാണ്. പ്രവർത്തന മികവും സാങ്കേതിക തികവും ആധുനിക സജ്ജീകരണങ്ങളും അടങ്ങിയ ഒരു എയിംസ് ലഭ്യമാക്കുക എന്നത് പല സംസ്ഥാനങ്ങളുടെയും ആവശ്യവുമാണ്. കേരളവും നിരന്തരം ഈ ആവശ്യം ഉന്നയിക്കുകയും വാഗ്ദാനം നൽകപ്പെട്ടിട്ടും വഞ്ചിക്കപ്പെട്ട അനുഭവമുള്ളവരുമാണ്. എന്നാൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്തെ എയിംസിന്റെ സ്ഥിതി അതീവ ദയനീയമാണെന്നും സൗകര്യങ്ങളുടെ അപര്യാപ്തതയും അവശ്യ വസ്തുക്കളുടെ ലഭ്യതക്കുറവും കാരണം അടിയന്തര ചികിത്സ പോലും വൈകുന്നുവെന്നും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും അഭിമുഖീകരിക്കാനാകാതെ പ്രമുഖ ഡോക്ടർമാർ പോലും സ്ഥാപനം വിട്ടുപോകുന്നുവെന്നുമാണ് വാർത്തകൾ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ലോകോത്തര ബിരുദാനന്തര മെഡിക്കൽ വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1956 ഡൽഹിയിലാണ് ആദ്യത്തെ എയിംസ് ആരംഭിക്കുന്നത്. അതിനുശേഷം വിവിധ സർക്കാരുകളുടെ കാലത്ത് 25 എണ്ണം കൂടി പ്രഖ്യാപിച്ചു. ഇതിൽ 3 എണ്ണം പ്രാഥമിക ഘട്ടത്തിലും 3 എണ്ണം നിർമ്മാണ ഘട്ടത്തിലുമാണ്. അവശേഷിക്കുന്നവയിലെല്ലാം ഗുരുതര സാഹചര്യമാണെന്നാണ് പരാതിയുള്ളത്. സിറിഞ്ചുകൾ, തുന്നലിനുള്ള വിവിധ ഉപകരണങ്ങൾ തുടങ്ങിയ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള വസ്തുക്കൾ പോലും ലഭ്യമല്ലാതെ പോകുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായി സംഭരണം ഗവൺമെന്റ് പോർട്ടലിലേക്ക് മാറിയതിനു ശേഷം നിലവിലുണ്ടായിരുന്ന കാലതാമസം കൂടുതലാവുകയും എല്ലാ മാസവും 6 ദിവസം വരെ ഹൃദയ ശസ്ത്രക്രിയകൾ പോലും മാറ്റിവെക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടി വരുന്നു. മേക്ക് ഇൻ ഇന്ത്യ വസ്തുതകൾ മാത്രമേ വാങ്ങാവൂ എന്ന് നിഷ്കർഷിച്ച് ചില നിർണായക ഇനങ്ങൾക്കുള്ള ലേലത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് അന്താരാഷ്ട്ര കമ്പനികളെ വിലക്കിയതിനാൽ യഥാസമയം വസ്തുക്കൾ ലഭ്യമാക്കുന്നതിനും സാധിക്കുന്നില്ല. ശസ്ത്രക്രിയകൾക്കും മറ്റുമായി എത്തുന്ന ചെറുപ്രായത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ രോഗികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന വെയിറ്റിംഗ് ലിസ്റ്റുകളിൽ ഉള്ളവർക്ക് 15 മാസം വരെ കാത്തിരിക്കേണ്ട സ്ഥിതിയാണ്. ഈ പട്ടികയിലുള്ള രോഗികളിൽ 5% പേരെങ്കിലും ശസ്ത്രക്രിയയോ അവശ്യ ചികിത്സയോ കിട്ടാതെ മരിക്കുന്നുണ്ടെന്ന് ഡൽഹി എയിംസിൽ 25 വർഷത്തിലധികമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ മിലിന്ദ് പത്മകർ ഹോട്ടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സേവനത്തിനപ്പുറം വൻ കച്ചവട സാധ്യതകൾ കൂടിയുള്ളതിനാൽ ആരോഗ്യരംഗത്ത് മുതൽ മുടക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനാലും സർക്കാർ സ്ഥാപനങ്ങളുടെ പരിതാപകരമായ അവസ്ഥയാലും എയിംസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനും പഠിക്കാനും തയ്യാറാകുന്നവരുടെ എണ്ണം കുറയുന്നുവെന്ന കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർമാരായി ചേരുന്നവരിൽ ഏകദേശം 30% പേർ മാത്രമേ ഡിപ്പാർട്ട്മെന്റ് തലവനാകാൻ വേണ്ടത്ര കാലം തുടരുന്നുള്ളൂ. 2023 2025 ഇടയിൽ വകുപ്പ് മേധാവി തലത്തിലുള്ള 15 മുതിർന്ന ഡോക്ടർമാർ സ്വയം വിരമിച്ചു. അവരിൽ 13 പേർ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പോയത്. ഇന്ത്യയിലെ എല്ലാ എയിംസ് ക്യാമ്പസുകളിലുമായി 2022 2024 ഇടയിൽ 429 ഡോക്ടർമാർ രാജിവെച്ചതായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് 2025 ഓഗസ്റ്റിൽ പാർലമെന്റിൽ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ അറിയിക്കുകയുണ്ടായി. അനുവദിച്ച 1306 ഫാക്കൽറ്റി തസ്തികകളിൽ 452 ഒഴിവുകളിലേക്ക് 2021-2022 അപേക്ഷ ക്ഷണിച്ചപ്പോൾ 2325 പേരാണ് രംഗത്ത് വന്നത്. അതിൽ 176 പേർ ചേർന്നു. അതിനുശേഷം ഇതുവരെ ഒരു പുതിയ ഫാക്കൽറ്റി അംഗവും ചേർന്നിട്ടില്ല. പരിതാപകരമായ അവസ്ഥയും അസൗകര്യങ്ങളും തന്നെയാണ് ഡോക്ടർമാരെയും രോഗികളെയും ഒരുപോലെ വലയ്ക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പൊതുജനാരോഗ്യ രംഗത്തോടുള്ള സമീപനമാണ് എയിംസുകളുടെ നിലവിലുള്ള അവസ്ഥ പ്രതിഫലിപ്പിക്കുന്നത്. മഹാമാരികൾ ഭീഷണിയായി മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരമൊരു നിസ്സംഗാവസ്ഥ ജനങ്ങളോട് തീരെ പ്രതിബദ്ധത ഇല്ലാത്ത സർക്കാരുകൾക്ക് മാത്രമേ ഭൂഷണമാകുകയുള്ളൂ.